ദേ ഇങ്ങനെ 92 കിലോ ഉണ്ടായിരുന്ന എന്നെ അതെ ഇതുപോലെ 77 കിലോ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു സ്മൂത്തി പറഞ്ഞേ. ഇതിന്റെ അവസാനം ഞാൻ പറയട്ടാ, ഇത് ആയിരത്തിന് മുമ്പാണോ ശേഷമാണോ കഴിക്കേണ്ടതെന്ന്. അതിനാദ്യം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ജ്യൂസർ വാങ്ങിച്ചത്. ഇതുപോലത്തെ ജ്യൂസർ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. ഞാൻ വാങ്ങിച്ചത് ഒരു 1600 ജ്യൂസറാട്ടോ ഈ ഒരു ജ്യൂസർ. ഇത് വാങ്ങിച്ചാൽ എന്നുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജ്യൂസും ഷെയ്ക്കും അതുപോലെ തന്നെ സ്മൂത്തിയൊക്കെ അടിച്ച് കുടിക്കാൻ തോന്നും. കാരണം ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയുമാണ്, കൊണ്ട് നടക്കാനും എളുപ്പമാണ്, ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരുപാട് സ്മൂത്തിയും അതുപോലെ തന്നെ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഡെയിലി ജ്യൂസ് അടിക്കുന്നുണ്ട്. ഇതുവരെ ഇതിന് പ്രോബ്ലങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം ജ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറിഞ്ഞു കിട്ടുന്നുണ്ട്. പിന്നെ നല്ല കട്ടിയുള്ളതാണ്, അതായത് പപ്പായയുടെ ഒക്കെ പച്ച പപ്പായൊക്കെ ആണെങ്കിൽ അരിയുമ്പോൾ ഒരു തരി തരി പോലെ തോന്നും. പിന്നെ ഒരുപാട് കട്ടിയുള്ളതൊക്കെ അടിക്കുമ്പോൾ എന്താ പറയുക, അതിന് കുറച്ചിങ്ങനെ ബലം വരും, വന്നിട്ട് ചെറിയ കരിഞ്ഞ മണക്ക് വരും. പക്ഷേ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അടിപൊളിയാണ്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ജ്യൂസർ അത് ഏത് കമ്പനിയുടെ ആയാലും നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ സ്മൂത്തിയുടെ കാര്യം പറയട്ടാ. ഈ സ്മൂത്തിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പാലില്ലേ, പാലിൽ കുറച്ച് പാലെടുക്കുക, എന്നിട്ട് അതിൽ ഒരു സ്പൂണ് ഓട്സ്, 1-2 സ്പൂണ് ഓട്സ് ഇടാം. എന്നിട്ട് കുറച്ച് ചിയാ സീഡ്സും എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ഒരു 3-4 മണിക്കൂറൊക്കെ എടുത്ത് വയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം നൈറ്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് രാവിലെ നമ്മൾ ആ ഒരു ജാറിലേക്ക് ആദ്യം ആ ഓട്സ് മിക്സില്ലേ, ചിയാ സീഡ്സ് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും, സോക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അതിലേക്ക് ഇടാം. അതിനുശേഷം പഴമില്ലേ, ഇപ്പോൾ റോബസ്റ്റോഡാണ് ഞാൻ യൂസ് ചെയ്യാറ്, റോബസ്റ്റോഡാണെന്നുണ്ടെങ്കിൽ നല്ലത്. ഒരു റോബസ്റ്റോഡും ഇടാം. എന്നിട്ട് ബദാം അതുപോലെ തന്നെ കാഷ്യൂനട്ട്, പിന്നെ എന്താ പറയുക, നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ സ്ട്രോബെറി, അവക്കാഡോ അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഇടാം. ഇപ്പോൾ ബ്ലൂബെറി, സ്ട്രോബെറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഈന്തപ്പഴം, ഡേറ്റ്സ് 1-2 ഡേറ്റ്സ് ഒക്കെ ഇടാം. എന്നിട്ട് ഇത് അങ്ങോട്ട് മിക്സ് ചെയ്ത് അടിക്കാം. സാധനം നല്ല അടിപൊളിയായിരിക്കും. ഇതിനി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തടി കുറയൊന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്മൂത്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങളുടെ വെയിറ്റ് ഒക്കെ അനുസരിച്ച് നിങ്ങൾ കറക്റ്റ് കാലറീസ് നോക്കിയിട്ട് മാത്രം കഴിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് കഴിക്കാൻ നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടി കുറയും. പക്ഷേ നല്ല കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യണം, നല്ല രീതിയിൽ. ഞാൻ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് എനിക്ക് അത്രയും തടി കുറഞ്ഞതും ആ 92-ന്ന് 77-ലേക്ക് എത്തിയതും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമോ, നമ്മൾ കഷ്ടപ്പെട്ട് 6 മാസമൊക്കെ കഷ്ടപ്പെട്ട് തടി കുറച്ചാലും വെറും 3 ദിവസം നമ്മൾ സാധാരണ പോലെ ഫുഡ് കഴിച്ചാൽ മതി, അത് തിരിച്ചു വരും. അതാണ് എന്നെ പോലുള്ളവരുടെ പ്രശ്നം.